കെ.പി.സി.സി യോഗത്തിൽ വി.എം. സുധീരനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ ബാബു ആവശ്യപ്പെട്ടു. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്നും കെ ബാബു പ്രതികരിക്കുകയുണ്ടായി. അല്പസമയം മുമ്പ് വി.എം. സുധീരനും വാർത്താസമ്മേളനം നടത്തി. ഒക്കെ വിശദാംശങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, വാർത്താസമ്മേളനം നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? പ്രജീഷ, ഈ വന്നിട്ടുള്ള വാർത്തകളൊന്നും ശരിയല്ല. മാധ്യമ സൃഷ്ടി മാത്രമാണ്. മദ്യനയം പുനഃപരിശോധിക്കുന്ന പ്രശ്നമില്ല. അത് കോൺഗ്രസ് അംഗീകരിച്ച നയമാണെന്നാണ് ഇപ്പോൾ വി.എം. സുധീരൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും തന്നെ സുധീരന്റെ നേതൃമാറ്റം പരോക്ഷമായി ആവശ്യപ്പെട്ടു. ഈ സുധീരന്റെ നേതൃമാറ്റം ഇന്നലെ എം.എം. ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് കെ ബാബു വളരെ വൈകാരികമായാണ് കെ.പി.സി.സി എക്സിക്യൂട്ടീവിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ മദ്യനയത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി, മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രായോഗികമല്ലാത്ത നയമാണ് നടപ്പിലാക്കിയത്, അത് അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയതാണ്, മദ്യലോബിയുടെ ആളെന്ന നിലയിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അത് നടപ്പിലാക്കുകയായിരുന്നെന്നും സുധീരൻ ലക്ഷ്യമിട്ട് സംസാരിച്ചു. സുധീരൻ നേതൃസ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി മാറിയതുപോലെ സുധീരൻ മാറണമെന്ന ആവശ്യവും ബാബു ഉന്നയിച്ചു. തുടർന്ന് സംസാരിച്ച ശിവദാസൻ നായരും ഇതേ തരത്തിൽ ആവശ്യം ഉന്നയിച്ചു. സംഘടനാ പുനഃസംഘടന അടിയന്തരമായി നടത്തുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ശിവദാസൻ നായരും പറഞ്ഞു. ഇക്കാര്യത്തിലെല്ലാം എന്നാൽ ഈ വാർത്തകൾ നിഷേധിക്കുന്ന നിലപാടാണ് വാർത്താ സമ്മേളനത്തിൽ സുധീരൻ സ്വീകരിച്ചത്. അതായത് സജേഷ്, പൊതുവെ വിലയിരുത്തിയാൽ, മനസ്സിലാക്കിയാൽ പരാജയത്തിന്റെ ഒക്കെ തന്നെ മുഖ്യ ഹേതു സുധീരന്റെ നിലപാടുകൾ ആയിരുന്നു എന്ന് AI ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ ഐക്യത്തോടു കൂടി സുധീരനെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് യോഗത്തിൽ കണ്ടത്. പ്രജീഷ്, ഇക്കാര്യത്തിൽ എ ഗ്രൂപ്പ് പൂർണ്ണമായും സുധീരനെ ആഞ്ഞടിച്ചപ്പോൾ ഐ ഗ്രൂപ്പ് രണ്ടുപേരെ വിമർശിക്കുന്ന തരത്തിൽ, ഉമ്മൻചാണ്ടിയും അതേസമയം സുധീരനെയും വിമർശിക്കുന്ന തരത്തിലാണ് യോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തെ ഭൂമിദാന ഉത്തരവുകളെ പല ഐ ഗ്രൂപ്പ് നേതാക്കളും വിമർശിച്ചു. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നലെ സംസാരിച്ച വി.ഡി. സതീശൻ അവസാന കാലത്തെ അഴിമതി ഉത്തരവുകൾ അഴിമതി പ്രതിച്ഛായ ഉണ്ടാക്കിയെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. എന്നാൽ എ ഗ്രൂപ്പ് തീർത്തും സുധീരനെതിരെയാണ് നീങ്ങിയത്. എന്നാൽ ഈ വിവാദ കാര്യങ്ങളിലൊന്നും വി.എം. സുധീരനും ഈ യോഗത്തിൽ പ്രതികരിച്ചിട്ടില്ല. എം.ആർ. സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ചർച്ച ഇന്നത്തെ സാഹചര്യം, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന അന്തർചിത്രങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് B.R.M. ഷഫീർ, കോൺഗ്രസ് നേതാവ്, വീക്ഷണം റെസിഡന്റ് എഡിറ്റർ അജിത്ത് തത്സമയം ചേരുന്നു. S.R. ശക്തിധരൻ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം എ സജീവൻ കൂടി തത്സമയം പങ്കുചേരും. ശ്രീ സജീവൻ, തിരഞ്ഞെടുപ്പ് കാലത്ത് UDF രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇടയാക്കിയ പല വിവാദ ഉത്തരവുകൾ, അഴിമതി അടക്കം, ബാർക്കോഴയായാലും സോളാർ അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും വിസ്മരിച്ചുകൊണ്ട് എല്ലാ പരാജയത്തിൻ്റെയും ഉത്തരവാദിത്തം, ഒരുപക്ഷെ അതിൻ്റെ വലിയൊരു പങ്ക്, മുഖ്യ ഉത്തരവാദിത്തം സുധീറിലേക്ക് വരുന്നു. ആ രീതിയിലാണ് ഒരുപക്ഷെ ചർച്ചയിൽ ഇന്ന് പങ്കെടുത്ത എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ കെ ബാബു അടക്കം മുന്നോട്ട് വെച്ച വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ. തികഞ്ഞ രീതിയിൽ, കാരണം ബാർ നയം പോലും, ഒരുപക്ഷെ മദ്യനയം പോലും ഇന്ന് തിരുത്തിക്കൊണ്ട് അപ്രായോഗികമായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് കുമ്പസാരം നടത്തുന്ന കെ ബാബു, ഒക്കെയും സുധീരനെ ലക്ഷ്യമിട്ട് തന്നെയല്ലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക്? വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്ക് അതിലുണ്ട്. എന്തുകൊണ്ട് എ ഗ്രൂപ്പുകാർ സുധീരനെ ഇത്രയും ഉന്നം വയ്ക്കുന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം, നേരത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം എ ഗ്രൂപ്പിനായിരുന്നു, അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എ ഗ്രൂപ്പിനായിരുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കിട്ടേണ്ടത് എ ഗ്രൂപ്പിനായിരുന്നു. പക്ഷേ കിട്ടിയില്ല. MLA-മാരുടെ ബലത്തിൽ അത് ഐ ഗ്രൂപ്പ് അടിച്ചുകൊണ്ടുപോയി. ഇനി ഐ ഗ്രൂപ്പ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വം ഐ ഗ്രൂപ്പിൻ്റെ കയ്യിലും, അതേ സമയത്ത് പാർട്ടിയുടെ നേതൃത്വം ഇവിടെ സുധീരൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഇവിടെ എ ഗ്രൂപ്പിൻ്റെ പ്രസക്തി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, കോൺഗ്രസ്സിൽ അധികാര രാഷ്ട്രീയമാണ് എപ്പോഴും ഗ്രൂപ്പുകളെപ്പോലും പിടിച്ചു നിർത്തുന്നത്. ഒരു കാലത്ത് ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു മുരളീധരൻ, അച്ഛൻ്റെ ബലത്തിൽ.
കരുണാകരൻ കുറേ കാലം ഐ ഗ്രൂപ്പിനെ നയിച്ചു. അത് പിന്നീട് മുരളീധരൻ്റെക്ക് കിട്ടുന്നു. മുരളീധരൻ KPCC പ്രസിഡന്റ് ആകുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല, അദ്ദേഹമാണ് എല്ലാം എന്ന രീതിയിൽ കുറേ കാലം അദ്ദേഹം കൊണ്ട്. പക്ഷേ പിന്നീട് അത് കടന്ന ചാട്ടമായപ്പോഴാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായത്. പിന്നീട് മുരളീധരൻ തീർത്തും അപ്രസക്തനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അപ്രസക്തമായി മാറി. പിന്നെ ആ കാലഘട്ടത്തിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഒക്കെ ഉണ്ടായിരുന്ന ചെന്നിത്തല ഐ ഗ്രൂപ്പിൻ്റെ മൊത്തമായിട്ട് നേതൃത്വത്തിലേക്ക് വരികയും ഇപ്പോൾ അദ്ദേഹമാണ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും നിൽക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിന് നല്ല റോള് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വം സുധീരനിലായതുകൊണ്ട് സുധീരനും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഇവിടെ ബാക്കിയുള്ള എ ഗ്രൂപ്പ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തുകയും സുധീരൻ്റെ കസേര തെറിപ്പിക്കാനുള്ള എത്രമാത്രം ശ്രമം നടത്താൻ പറ്റുമോ അത്രയും നടത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് തോൽവിയോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. അത് നടപ്പാക്കി കിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ കോൺഗ്രസിനെ നന്നാക്കാൻ സുധീരനെ പിടിച്ചിറക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് രക്ഷപ്പെടുമെന്നുള്ള ഒരു ധാരണയും വെച്ചല്ല ഈ നീക്കം. യെസ്, തീർച്ചയായും അതാണ് അവിടെ ഒരു പക്ഷേ ഉയർന്ന പ്രസക്തമായ കാര്യം. അതായത് ശ്രീ ഷഫീർ, ഇവിടെ കോൺഗ്രസിൻ്റെ നല്ല കാലമല്ല, പകരം വീണ്ടും ഗ്രൂപ്പ് വൈര്യവും അവിടെ പൊതുശത്രുവായി സുധീറിനെ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനെ നന്നാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമല്ല. സുധീറിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഗ്രൂപ്പ് വൈര്യം പോലും മറന്ന് ഒന്നിക്കുന്ന കാഴ്ച. എങ്ങോട്ടാണ് ഷഫീർ കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നത്? 6 മാസമാണ് മുതിർന്ന നേതാവ് AK ആന്റണി ഒരു ഡെഡ് ലൈൻ എല്ലാം ശരിയാക്കി തരും കോൺഗ്രസിനെ 6 മാസത്തിനുള്ളിൽ. ഇതാണ് രീതിയെങ്കിൽ എങ്ങനെ ശരിയാകും ഷഫീർ? അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾക്കൊരു അപ്രഖ്യാപിതമായ ഒരു പരാജയം സംഭവിച്ചു. പരാജയം സംഭവിച്ച ഉടനെ മാളത്തിൽ കയറി ഒളിക്കാനല്ല ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിച്ചത്. അടിയന്തരമായി KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് വിളിച്ചുകൂട്ടി, തോറ്റ നേതാക്കന്മാരും ജയിച്ച നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി DCC പ്രസിഡന്റുമാരുടെയും കൂടെ സാന്നിധ്യത്തിൽ നെയ്യാർ ഡാമിൽ ഇന്നലെയും ഇന്നുമായി ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു. ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു നീക്കമൊന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ ക്രിയാത്മകമായ വിമർശിക്കേണ്ട ഭാഗങ്ങളിൽ വിമർശിക്കാനും സഹിഷ്ണുതയോടെ വർത്തമാനം പറയേണ്ട സ്ഥലങ്ങളിൽ അത് ചെയ്യാനും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുക തന്നെ വേണം എന്നുള്ള രീതിയിലുമുള്ള ഒരു വലിയ ചർച്ച, ഇരുമ്പ് മറകളില്ലാതെ ഒരു ചർച്ച അവിടെ സാധ്യമായി. സ്വാഭാവികമായിട്ടും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാകാം, വിമർശനങ്ങൾ വന്നിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം പ്രതീക്ഷ എഴുതി വെച്ചോ, ഈ പാർട്ടിയിൽ 6 മാസത്തിനുള്ളിൽ ക്രിയാത്മകമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അതൊരു സംശയം വേണ്ട. വാർഡ് ബൂത്ത് കമ്മിറ്റികൾ മുതൽ KPCC തലം വരെ ഈ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു 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 ടൈം ടേബിൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3, ഏത് തരം വിമർശനങ്ങൾ വന്നാലും പ്രകോപിതരാകാതെ സഹിഷ്ണുതയോടെ അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് എനർജി ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4, തെറ്റുകൾ തിരുത്തേണ്ട സാഹചര്യങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്നുണ്ടോ, അത് പാർലമെൻ്ററി നേതൃത്വത്തിൽ നിന്നായിരുന്നാലും പാർട്ടി നേതൃത്വത്തിൽ നിന്നായിരുന്നാലും തെറ്റുകളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് സഹിഷ്ണുതയോടുകൂടി കേട്ട് തിരുത്തലുകൾക്ക് വിധേയമാകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഉത്തരവാദിത്തം ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ തോൽവിയുടെ വലിയ തോൽവിയാണ്, ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം. ഈ പരാജയത്തിന് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തം തുല്യമാണ്. മുഖ്യമന്ത്രി ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ വിനയാനിതനായി അദ്ദേഹം പറഞ്ഞു എല്ലാ ഭാരവും ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു തുല്യ ഉത്തരവാദിത്തമാണ്. തുല്യ ഉത്തരവാദിത്തം എന്ന് പറയാൻ കാരണം, ഒരു പാർട്ടി ഭരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉത്തരവാദിത്തമുണ്ട്. പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ഉത്തരവാദിത്തമുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ ത്രയങ്ങളിൽ ഒരാളെന്ന നിലയിലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളിത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായി പാർട്ടി ആത്മപരിശോധന നടത്തും, മുന്നോട്ട് പോകും. ഒരു തരത്തിൽ പാർട്ടിയുടെ ഒരു വേദിക്കകത്ത് എന്തെങ്കിലും ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ വന്നാൽ അത് ഒരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കേണ്ട കാര്യം ഇതിനകത്തില്ല. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. SRS, താങ്കൾ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. കോൺഗ്രസ് രാഷ്ട്രീയം എന്തായാലും പതനങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ് കരകയറിയിട്ടുള്ള ഘട്ടമൊക്കെ താങ്കൾ നിരീക്ഷിച്ച വ്യക്തിയായതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു പുനഃപരിശോധന എന്ന നിലയിൽ 2 ദിനത്തിലെ 2 പകലും ഒരു രാത്രിയും അടങ്ങിയ ചർച്ച, ആ ചർച്ചയിൽ സതുദ്ദേശപരമായിട്ടുള്ള സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാകാം, ഒട്ടേറെ വാദഗതികൾ മുന്നോട്ട് വയ്ക്കപ്പെടാം. അതിനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഇവിടെ
സതുദ്ദേശപരമായ കോൺഗ്രസിന്റെ നാളേക്കുള്ള മുതൽക്കൂട്ട് എന്ന നിലയിൽ ഉള്ള ചർച്ചകളാണോ അവിടെ നടന്നത്, അതോ വീണ്ടും ഗ്രൂപ്പ് വൈരമടക്കം സ്പഷ്ടമായ രീതിയിൽ മുൻകാലങ്ങളിലെങ്ങോ അതുപോലെ വീണ്ടും തുടരുന്ന തരത്തിലാണോ ചർച്ചകൾ പോയത്? താങ്കളെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകർ നിരീക്ഷിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പ് വൈരം എന്ന് പറയുന്നത് ഇപ്പോൾ മുതലൊന്നും ഉള്ളതല്ല. അത് അതിൻ്റെ സുധീരനെ കേന്ദ്രീകരിച്ചു കൂടി വരുമ്പോൾ അല്ല, സുധീരൻ അതിൻ്റെ പ്രസിഡൻ്റായി വന്ന സമയം മുതൽക്ക് തന്നെ കോൺഗ്രസിനകത്ത് ഒരു മൂന്നാം ചേരി പോലും രൂപം കൊണ്ടു എന്നാണ് അപ്പം മുതലുള്ളൊരു വിലയിരുത്തൽ. അതേതാണ്ട് ശരിയായി കഴിഞ്ഞിരിക്കുന്നു. സുധീരൻ്റെ നേതൃത്വത്തിൽ വേറൊരു ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് രൂപം കൊണ്ടു. നേരത്തെ IA ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ചില തിരുത്തൽവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില തെറ്റിദ്ധരിച്ച ആളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗ്രൂപ്പ് എന്ന് പറയാവുന്നത് Iയും Aയും ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഗ്രൂപ്പ് വന്നത് സുധീരനെ അഖിലേന്ത്യാ നിലവാരത്തിലുള്ള അവരുടെ സംഘടന ഇവിടുത്തെ പ്രസിഡൻ്റായി നിയമിച്ചോടു കൂടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുധീരൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത് അന്നത്തെ പാർലമെൻ്ററി പാർട്ടി നേതാവായ ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ I ഗ്രൂപ്പിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കും ഒന്നും രുചിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദി ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് ഇന്നലെയും ഇന്നും ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മനസ്സിലായില്ല. എന്തായാലും അവരുടെ എക്സിക്യൂട്ടീവ് കൂടിയത് പുതിയ ചില സംജ്ഞകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിഘണ്ടുവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെ. ഏതായാലും ക്യാമ്പ് എക്സിക്യൂട്ടീവിനകത്ത് പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ വന്ന മുഴുവൻ വാർത്തകളും അതേപടി വിഴുങ്ങാൻ ഞാൻ തയ്യാറല്ല. കുറേ വിമർശനം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണത്. ഇവരെല്ലാവരും അതിന് ഉത്തരവാദികളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സുധീറിനെതിരായിട്ട് ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമല്ല, സംഘടിതമായ ആക്രമണം തന്നെ ഇവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഇതിന് മുമ്പൊന്നും ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ വന്നിരിക്കാൻ തയ്യാറാവാത്ത മറ്റേ അഖിലേന്ത്യാ നേതാവായ AK ആന്റണിയെ കൂടി പങ്കെടുപ്പിച്ചതിൻ്റെ പിന്നിൽ സുധീരൻ്റെ ഒരു നല്ല സ്വാധീനമുണ്ടായും എന്ന് തന്നെയാണ് അവിടെ SRS. കാരണം അവിടെയാണ് നേരത്തെ ഈ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തായാലും I ഗ്രൂപ്പിന് ഒരു കീ പോസ്റ്റിലേക്ക് താക്കോൽ സ്ഥാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റായിട്ട് സുധീരൻ ഇവിടെ ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പ്രബലമായിരുന്ന ഗ്രൂപ്പായിരുന്ന A ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ സുധീരനെ തറപറ്റിക്കുക, സുധീരനെ നിഷ്പ്രഭമാക്കുക, ആ സ്ഥാനഭ്രഷ്ടനാക്കുക, ആ ഒരു നീക്കം എത്രത്തോളം ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഫലപ്രദമാകും? ഞാൻ ഹൈക്കമാൻഡിൻ്റെ അടക്കമുള്ള നിലപാടുകൾ ഈ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം. ഹൈക്കമാൻഡിൻ്റെ നിലപാട് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനൊന്നും ഇനി സാധിക്കില്ല. സുധീറിനെതിരായിട്ടുള്ള ഇവരുടെ നീക്കങ്ങളൊന്നും ഹൈക്കമാൻഡ് സമ്മതിക്കാനും പോകുന്നില്ല. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. കാരണം ഹൈക്കമാൻഡാണ് സുധീറിനെ ഇവിടെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അത് ശരിയായ തീരുമാനമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് അവർ പരിശോധിച്ചോട്ടെ. എന്തായാലും സുധീറിനെ കൊണ്ടുവന്നത് ഹൈക്കമാൻഡാണ്. അതൊരു ജനാധിപത്യപരമായ രീതിയിലല്ല, അവരുടേതായിട്ടുള്ള നോമിനേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ജനാധിപത്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്കുണ്ടായി എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമല്ല. ഇനിയും അത് ഗ്രൂപ്പ് വഴക്കുണ്ടായി. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അവിടെ പറഞ്ഞ 6 മാസം കൊണ്ട് കോൺഗ്രസ് അത് താങ്കളെ പോലുള്ള ആളുകൾ ഈ 6 മാസം ഡെഡ് ലൈൻ, അതും AK ആന്റണി ആണല്ലോ പറയുന്നത്. അതിൽ വലിയൊരു മാറ്റം ഈ സാഹചര്യത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? ഇല്ല, AK ആന്റണി പറഞ്ഞുകൊണ്ടൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. കാരണം ഓൾ ഇന്ത്യ നിലവാരത്തിൽ തന്നെ കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാതാകുന്നതിൽ വലിയ വിഷമമുണ്ട് എനിക്ക്. ഞാൻ അത് മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ആയിപ്പോയി ആ സംഘടന. ഒരു 1.25 നൂറ്റാണ്ട് കഴിഞ്ഞു അല്ലേ, 128 വർഷവും മറ്റോ ആയ ആ പാർട്ടി രൂപം കൊണ്ടിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവരൊരു ഹ്രസ്വകാലത്ത് ഒരു കാലത്തുണ്ടായിരുന്നു. കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ലാത്തൊരവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഇനി അതിജീവിക്കാൻ പോകുന്നതെന്ന് നാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനകത്ത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഇനി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമത് അതിൻ്റെ സംഘടനാ രൂപം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഘടനാ രൂപമാണ്. ആ സംഘടനാ രൂപം വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ 6 മാസം കൊണ്ട് ശരിയാക്കി എടുക്കും എന്നുള്ള ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ വളരെയേറെ വിയർപ്പൊഴുക്കേണ്ടി വരും. അതിന് ഇവരെല്ലാം നിന്നു കൊടുക്കുമോ എന്നുള്ള കാര്യം അതാണ് കാണേണ്ടത്. ശ്രീ അജിത് കുമാർ, താങ്കളെ പോലെയുള്ള മാധ്യമപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ നല്ല നാളെ എന്തായാലും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പ്രകടമായ ഒരു പൊളിച്ചെഴുത്ത് എന്തായാലും 6 മാസം കൊണ്ട് ഈ നിലയിൽ നിന്ന് മാറ്റം
വേണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് എന്തായാലും വേണ്ടി വരും. ആ പൊളിച്ചെഴുത്ത് ഏത് രീതിയിലായിരിക്കും? കൂട്ടുത്തരവാദിത്തം ഈ പരാജയത്തിൽ എല്ലാവർക്കും ഉണ്ടോ, അതോ ഈ പറയുന്നത് പോലെ സുധീരന് അതിൻ്റെ മുഖ്യ പങ്ക് സുധീരനിലേക്കാണോ പോകുന്നത്? ബഹുമാനായ മാധ്യമ സുഹൃത്ത് ബഹുമാനായ ശ്രീ SRS പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. ശ്രീ പ്രജീഷിനും അത് നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതിനായിരിക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു ശൈലിയിലാണ് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു മുൻ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും നിലവിലുള്ള KPCC പ്രസിഡൻ്റായ VM സുധീരനും, ഇങ്ങനെയുള്ള ഈ ഒരു ത്രിമൂർത്തികളുടെ ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസ്സിലെ കാര്യങ്ങൾ കേരളത്തിൽ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് ഇതിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ അതിൻ്റെ നേട്ടങ്ങളായാലും കോട്ടങ്ങളായാലും ഇതിനു മുമ്പ് ലോക്സഭാ ഇലക്ഷൻ വന്നു, 2 കൊല്ലം മുമ്പ്, അതിന് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് 2 ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറി. ഇതിനിടയ്ക്ക് ചില പോരായ്മകൾ സംഭവിച്ചു, ചില പരാജയങ്ങൾ സംഭവിച്ചു ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ. പക്ഷേ അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടുത്തരവാദിത്വം ഈ 3 പേരുടെ ചുമലുകളിലായിരുന്നു. അത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂട്ടായിട്ട് ഏൽപ്പിച്ചിട്ട് ഹൈക്കമാൻഡ് ചുമ്മാ വെറുതെ ഇരിക്കുക. ഹൈക്കമാൻഡ് അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതായത് വലിയ വീഴ്ചയാണ് ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് തീർച്ചയായിട്ടും വലിയ വീഴ്ച. ഇനി അത് ശ്രീ പ്രജീഷ് ഇനി അത് പച്ചയ്ക്ക് വിളിച്ചു പറയണം. ഹൈക്കമാൻഡിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളിലും, കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീ VM സുധീരനെ മാത്രം കുറ്റപ്പെടുത്താനും പറ്റില്ല. കൂട്ടുത്തരവാദിത്വമല്ലേ? അപ്പോൾ എന്തിന് KPCC പ്രസിഡന്റിനെതിരായിട്ട് മാത്രമായിട്ട് നിങ്ങൾ വിരൽ ചൂണ്ടണം? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മാറ്റം വേണം. മാറ്റം വരികയാണെങ്കിൽ ആപാതചൂടം മാറണം. ഫ്രം ടോപ്പ് ടു ബോട്ടം മുഴുവൻ മാറണം. ഈ പറഞ്ഞ പോലെ ഒരു ജനറേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, ജനറേഷണൽ ചേഞ്ച് തന്നെ വരട്ടെ. ഈ 60കളിലും 70കളിലൊക്കെ KSUക്കാർ യൂത്ത് കോൺഗ്രസ് അവരൊക്കെ ഇടിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം തിരുത്തൽ ശക്തികളായിട്ട് നിന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തിരുത്തൽ ശക്തികൾ വരട്ടെ. പക്ഷെ അത് പ്രായോഗികമാണോ അത്ര പെട്ടെന്ന് ശ്രീ അജിത് കുമാർ? കാരണം പല ഗ്രൂപ്പ് 2 ജാതിമത പരിഗണനകൾ പോലും ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ജനാധിപത്യപരമായ പുനഃസംഘടനകളിൽ പോലും ഉള്ള സ്ഥിതിക്ക് അത്ര പെട്ടെന്ന് നടക്കുമോ കാര്യം? അല്ല, അത് ആ ജാതി മത പരിഗണന എന്ന് പറയുമ്പോൾ നല്ല ചോദ്യമാണ് ചോദിച്ചത്. അത് കൃത്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഇത്തവണ തന്നെ ഈ ചില ജാതീയ സംഘടനകളുടെ ആവിർഭാവം അതിൻ്റെ ഒരു യാഥാർത്ഥ്യ തലത്തിൽ റിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ അതിനെ അസസ് ചെയ്യാനോ അതെങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നുള്ള രീതിയിലുള്ളൊരു ടാക്ടിക്സ് ഒന്നും ഉണ്ടായില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ BJP BDJs അവിടെ പോട്ടെ, BJP ഇവിടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. അത് അവഗണിക്കാൻ പറ്റില്ല. അപ്പം ഇനി വരുന്ന 5 കൊല്ലത്തിന് അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ 3 കൊല്ലത്തിന് അപ്പുറം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP കേരളത്തിലെ നിർണായക ഘടകമായിട്ട് ശക്തി ആർജിക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. 29 സ്റ്റേറ്റുകളിലും കെട്ടുറപ്പും വേരോട്ടവും ശക്തമായ അടിത്തറയുള്ള പാർട്ടി ശ്രീ SRSൻ്റെ CPM ഒന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ദുർബലമാകുന്നിടത്ത് ആ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ വെമ്പി നിൽക്കുന്ന BJP പോലുള്ള ഒരു സംഘടന, വർഗീയ സംഘടന അവിടെ നിൽക്കേ, അവർ ഭീഷണി ഉയർത്തി നിൽക്കേ, അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും? പക്ഷേ അജിത്ത്, ആ വർഗീയതയെ നേരിടുന്നതിൽ വന്ന വീഴ്ച പോലും ഇന്നത്തെ യോഗത്തിൽ അത് ഉൾക്കൊള്ളുന്നില്ല ആരും. അത് ഉൾക്കൊള്ളാതെ ഒരു പക്ഷേ ഉൾക്കൊണ്ടെങ്കിലും വലിയ രീതിയിൽ, കാരണം വലിയ പോയിന്റായി ഷഫീർ വരേണ്ട ഘടകങ്ങളെ മാറ്റിമറിച്ച് ഒരു പക്ഷേ സുധീരനിലേക്ക് എടുത്ത ചില നിലപാടുകൾ KPCC പ്രസിഡന്റിന്റെ വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് പോകുന്നതാണ്. വ്യക്തമായ രീതിയിലാണ് പരിശോധനകൾ നടന്നത്. തീർച്ചയായിട്ടും അല്ല, KPCC പ്രസിഡന്റിനെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യേണ്ട സമയമല്ല ഇത്. നേതൃത്വത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാനതാവും പറഞ്ഞു, അടിമുടി സമൂലം അടിച്ചു പണിയണം. ഇപ്പൊ എനിക്കിപ്പോൾ ആരെയും ഫേവർ ചെയ്യാനും ആരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു കോൺഗ്രസ് വിശ്വാസമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. ഞാനത് ദാറ്റ്. അപ്പം ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നത് ഈ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഭാവി വളരെ എന്താ പറയുക, ഇപ്പം തന്നെ ഒരു ഗർത്തത്തിലാണ്, തുരങ്കത്തിലാണ്. തുരങ്കത്തിൻ്റെ അങ്ങേ അറ്റത്ത് എന്തെങ്കിലും ഒരു വെളിച്ചം കാണണമെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ ആത്മപരിശോധന നടത്തി, മുഴുവൻ ശസ്ത്രക്രിയ നടത്തി, തൊലിപ്പുറത്തുള്ള വെറും തലോടലല്ല ആവശ്യം, ഡീപ്പായിട്ടുള്ള ഇൻസിഷൻ നടത്തി സർജറി നടത്തിയിട്ട് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയും. അതാണ് ശ്രീ സജീവൻ ഇവിടെ വലിയ രീതിയിലുള്ള വൈകാരികമായ ആ ഒരു നിരീക്ഷണം തന്നെയാണ് എന്തായാലും അജിത്ത് നടത്തിയത്. അവിടെ ഒരു മുറിവുണക്കലല്ല, മേജർ സർജറിയാണ് ആവശ്യം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതുപോലെ വലിയൊരു ഉത്തരവാദിത്വം ഹൈക്കമാൻഡിലേക്ക് പോകുന്നു. ആ സ്ഥിതിക്ക് ഈ കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയെ
പെട്ടെന്നൊരു 6 മാസം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന ചിന്ത അത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ യുക്തിഭദ്രമാണ്? ഇല്ല, 6 മാസം കൊണ്ട് മാറ്റിയെടുക്കാമെന്നൊക്കെ ആൻ്റണിയെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അത് വാക്കുകൾ ഒതുങ്ങുന്നുള്ളതിന് പ്രധാനപ്പെട്ട ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസം മുമ്പ് ഇവിടെ എത്തിയിട്ട് കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു യാചനയുണ്ട്. അഭ്യർത്ഥന എന്ന് പോലുമല്ല ഞാൻ പറയുന്നത്, യാചന. അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ തമ്മിൽ തല്ല് നിർത്ത്, എന്നിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ജയിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിലുണ്ടാക്കുന്ന ഈ പോരാട്ടത്തിന് ഞാൻ ദൃക്സാക്ഷിയായിട്ട് വരാമെന്ന് പറഞ്ഞാണ്. എന്ത് സംഭവിച്ചു? ഈ 3 നേതാക്കന്മാർ, നേരത്തെ അജിത്ത് പറഞ്ഞില്ലേ കൂട്ടുത്തരവാദിത്വം കൊടുത്തു എന്നുള്ള കാര്യം, കൂട്ടുത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഈ 3 നേതാക്കളും പ്രവർത്തിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? കേരളത്തിൽ കുറേ ദിവസം, അത് കഴിഞ്ഞ് ഡൽഹിയിൽ 6 ദിവസം. ഇത് മുഴുവൻ, ഈ തല്ല് മുഴുവൻ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയൊന്നുമല്ലല്ലോ, ജനം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയതിന് ഈ 3 നേതാക്കന്മാർക്കും പങ്കുണ്ട്. മാത്രമല്ല അങ്ങേയറ്റം കളങ്കിതരാണ് എന്ന് ജനങ്ങൾക്കറിയാവുന്ന, സുധീരൻ പറഞ്ഞിട്ടൊന്നുമില്ല, ജനങ്ങൾക്കറിയാവുന്ന ആളുകൾ മാറി നിൽക്കാതെ ഗ്രൂപ്പിൻ്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ആ ബാബു ഒക്കെയാണ് ഇപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്വം KPC പ്രസിഡന്റിലേക്ക് മാറ്റി പറയുന്നത്. ഇങ്ങനെ ഈ ഒരു അവസ്ഥ, ഈ ഹൈക്കമാൻഡ് വന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറാവാത്ത ഇവിടുത്തെ നേതൃത്വത്തിന് എങ്ങനെയാണ് ഇന്ന് ഈ ഒരു മീറ്റിംഗ്, ഇന്നലെയായിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് എങ്ങനെയാണ് ഇവിടെ 6 മാസം കൊണ്ട് മാറ്റാൻ പറ്റുക? ഇതിലാരിടപെടും? ഈ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ മാറിയിട്ടില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ വിമർശനം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് വേറെ ഒന്നുമില്ല. ആത്മവിമർശനം എന്ന ഒരു സംഭവം, സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ അവനവന് പറ്റിയ തെറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ബാബു ആണല്ലോ ഇവിടെ മദ്യത്തിൻ്റെ മന്ത്രിയായിരുന്നത്, അദ്ദേഹമല്ല എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു നടപ്പാക്കാൻ പറ്റാത്ത മദ്യനയം ഇവിടെ നടപ്പാക്കിയത്. ബാബു ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെയും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അത് എങ്ങനെ ഫുൾ പ്രൂഫായിട്ട് നടപ്പാക്കാം, പാർട്ടിയിലെങ്കിലും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നടപ്പാക്കാം എന്നുള്ള കാര്യം അവർക്ക് തീരുമാനിച്ചില്ല. അപ്പോഴേക്ക് കോഴയുടെ മറ്റും പ്രശ്നങ്ങൾ വന്നു. ഇതാണ് പ്രശ്നം. അവസാനം നടത്തിയ കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഷഫീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ സമ്മതിച്ചാണ്, പലർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, അവസാനം നടത്തിയ മന്ത്രിസഭാ തീരുമാനങ്ങളുടെ അതൊക്കെ ഇപ്പോൾ കേസായിട്ട് വരികയാണ്. ഈ ഓരോന്നും ഉണ്ടാക്കി തീർക്കുന്ന ആളുകൾക്ക് അറിയില്ലേ ഇത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പോലല്ല, വന്നുകൊണ്ടിരിക്കുന്നത്, വന്നു കഴിഞ്ഞതെന്ന് അവർ മനസ്സിലാക്കണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ ഇനി എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് വൈരമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വല്ലതും ചെയ്യുക? 6 മാസം കൊണ്ട് എന്ത് ചെയ്യും? ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈക്കമാൻഡിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർ ചെയ്യും എന്നുള്ള വിശ്വാസമില്ല. കാരണം ഇത്രയും കാലം ഈ ഒരു LDFൻ്റെ ഭാഗത്തുണ്ടാകുന്ന പതനത്തിൻ്റെയും പ്രശ്നങ്ങളും കൊണ്ട് ഭരണം കിട്ടിയിട്ടുള്ള പാർട്ടിയാണല്ലോ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്. 2006 LDF കൊണ്ടുപോയി, 2011 എങ്ങനെ കിട്ടി? VS അച്യുതാനന്ദൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ഈ LDF CPMനകത്തുണ്ടായ പൊഴിഞ്ഞ തല്ലിൻ്റെ പേരിലാണല്ലോ എന്നിട്ടും 2 സീറ്റിൻ്റെ വ്യത്യാസമേ കിട്ടിയുള്ളൂ. അപ്പോൾ UDFൻ്റെ വലിയ നേട്ടമോ കോൺഗ്രസിൻ്റെ നേട്ടമോ ആണ് ഈ 2011 തെരഞ്ഞെടുപ്പിലെ വിജയമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സങ്കല്പമാണ്. അരുവിക്കരയുടെ മറ്റു കാര്യത്തിൽ നമുക്ക് കൃത്യമായ കണക്ക് വെച്ച് പറഞ്ഞാൽ അത് ഇവരുടെ നേട്ടമേ അല്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ആത്മപരിശോധന ഇവിടെ നടത്തേണ്ടിയിരുന്നു. ആന്റണി ഈ മീറ്റിങ്ങിൽ കാര്യമായി ഒന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആന്റണിയെ പോലുള്ള ഒരാൾ മൗനം ദീക്ഷിക്കുന്നു. ഇവിടെ ഓരോ ആൾ പറയുമ്പോഴും ആ ആളുടെ ഭാഗത്തുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. അതാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവിലൂടെ നടക്കേണ്ടത്. ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം SRCയിലേക്കും മറ്റ് അതിഥികളിലേക്കും എത്താം. ഷഫീർ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ മദ്യനയത്തെ ശ്ലാഘിക്കുകയും മദ്യനയത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം, അത് ബാർ മുതലാളിമാരെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞ ബാബു ഇന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്? CPM SRSനെ പോലെയുള്ള അവരുടെയൊക്കെ തന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടി പറയുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് നിലപാട് മാറ്റി? അല്ല, ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം വളച്ചൊടിക്കരുത്, ഒരു വളച്ചൊടിപ്പില്ല. ബഹുമാനായ VM സുധീരൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിലവാരം കുറഞ്ഞ ബാറുകൾ പൂട്ടണം. ഉറപ്പാണേ, മുഴുവൻ ബാറുകൾ പൂട്ടണമെന്നൊരാവശ്യം പിന്നീട് രണ്ടാമത്തെ ഒരു റൗണ്ടിലാണ്, ഒരു ചർച്ചയിലാണ് നേതൃതലത്തിൽ രൂപപ്പെട്ടത്. അതുകൊണ്ട് ബാറ് പൂട്ടാൻ വേണ്ടിയെങ്കിലും പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം അപകടം വന്നുവെന്ന് PMൻ്റെ തലയിൽ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ധ്വനിയാണ് ഞാനീ പറഞ്ഞത്. 1. 2,
ഞാൻ ചോദിക്കട്ടെ, ഒരു KPC പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണത്തിനകത്ത് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ച് ഒരു വിമർശനം ഉയർന്നു വന്നാൽ പാർട്ടിയുടെ വേദിക്കകത്ത് KPCയുടെ അധ്യക്ഷൻ ഇത് ചൂണ്ടിയിട്ട് ഇത് തെറ്റാണ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ആർക്കാണ് എതിർക്കാൻ പറ്റുക? പക്ഷേ എതിർപ്പുണ്ടായി. താങ്കൾ പറഞ്ഞല്ലോ മുഴുവൻ ബാറുകളും പൂട്ടാൻ സുധീരൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. കോടതിയുടെ ഉത്തരവനുസരിച്ച് നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടുക, അത് നടപ്പാക്കണമെന്ന ആവശ്യം മാത്രമാണ് സുധീരൻ അന്ന് ഉന്നയിച്ചത്. എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഇതിന്റെ ബാധ്യത മുഴുവൻ സുധീരനിലേക്ക് ഇട്ടിരിക്കുകയാണ് ഷബീർ കെ ബാബു. എങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ആ രീതിയിലാണ് പ്രതികരണം. മദ്യനയം ഈ സർക്കാരിന്റെ പരാജയത്തിന് ഒരു കാരണമേ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രധാന വിലയിരുത്തൽ മദ്യനയം പരാജയമല്ല, ഇനി പുതിയ സർക്കാരിനും ഒരുപക്ഷെ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ രണ്ട്, ഏറ്റവും അവസാന സമയത്ത് നേരത്തെ സജീവൻ സാർ പറഞ്ഞത് ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട കാര്യമാണ്. ഒരു സർക്കാർ തുടർഭരണത്തിലേക്ക് പോകുന്നതിന് പ്രതീതി ഉണ്ടായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ 27-ൽ പരം ഉത്തരവുകൾ, അതും പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഉത്തരവുകൾ, അത് വന്നു ചർച്ചയായി. ഒരു അത് വേറെ വിഷയത്തിലും ഞാൻ ഒറ്റ കാര്യം അല്ലല്ല ഷഫീർ, ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ? ആ വീഴ്ചകൾ ഈ 2 ദിവസത്തെ ക്യാമ്പിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് അതിന്റെ തെറ്റുകുറ്റങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അവസാന നിമിഷങ്ങളിൽ വേണ്ട രീതിയിൽ അവസാന നിമിഷങ്ങളിൽ കടന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ഭൂമിദാനങ്ങളും നമ്മുടെ ഒരു 25 സീറ്റുകളെങ്കിലും കുറച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ക്യാമ്പ് എക്സിക്യൂട്ടീവിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണല്ലോ. ഞങ്ങൾ ഇപ്പോഴും പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനത്തിന് ഒരു LDFന് ഒരു വലിയ ബൂം ഉണ്ടാക്കിയതിൻ്റെ കാരണം മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും UDF വിൽക്കുന്നു എന്ന് പ്രചരിപ്പിച്ചപ്പോൾ കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത സമയം ആ ഘട്ടമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ 27 ഉത്തരവുകൾ പുറത്തു വന്നു. അതോടുകൂടി ട്രെൻഡ് അങ്ങ് മറഞ്ഞു. തീർച്ചയായും ഞാൻ SRS അഴിമതി അത് ഉന്നയിച്ച് അഴിമതി ആരോപണ വിധേയരായ ഒരു കൂട്ടം മന്ത്രിമാർ അവരെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് SRSലേക്ക് അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാർ അവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. മാത്രമല്ല പല നിലപാടുകൾ കൊണ്ടും ഗ്രൂപ്പ് കളിയായിരുന്നു ആ സമയത്തൊക്കെയും ചെന്നിത്തല സ്വീകരിച്ചത്. ഇങ്ങനെ ഒട്ടേറെ കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്ന സ്ഥിതിക്ക് ഇതിൻ്റെയൊക്കെ തന്നെ ആരോപണങ്ങൾ ഈ പറയുന്ന സുധീരനിലേക്ക് മാത്രം എത്തിക്കുന്നത് ഈ സതുദ്ദേശത്തോടു കൂടിയാണോ? കോൺഗ്രസിനെ നന്നാക്കാനാണോ? കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും സതുദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള വഴികളാണോ 2 ദിവസത്തെ ചർച്ചയിൽ നടന്നത്? ആത്മാർത്ഥമായി താങ്കൾ പരിശോധിച്ചാൽ. അല്ല, ഞാൻ പരിശോധിച്ചാൽ അവിടെ നടന്ന ചർച്ചയുടെ അവസാന നിഗമനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു ക്ലിയർ കട്ട് അഭിപ്രായം വെളിയിൽ വന്നിട്ടുണ്ട്. 6 മാസം ഡെഡ് ലൈൻ, അത് മറ്റേ മുഖ്യമന്ത്രി അല്ല AK ആന്റണി പറഞ്ഞതല്ലേ, അതല്ലാതെ അവരുടെ തീരുമാനം അതാണോ? തീരുമാനം വന്നിട്ടില്ല. അതിന്റെ ഔദ്യോഗിക തീരുമാനം, ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ള കുറേ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ ആത്മവിമർശനം നടത്തുന്നതിന് പകരം പരസ്പരം കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒളിയമ്പുകളാണ് അവിടെ നടന്നത് മുഴുവൻ എന്നെല്ലാവർക്കും അറിയാം. അതിൽ സതുദ്ദേശത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞത് VD സതീശനാണ്. ഈ നേതൃത്വം ആകെ മാറണം. അതൊരു വസ്തുതാപരമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിൻ്റെ. അതിന് ഇവർ മുന്നോട്ട് പോവില്ല. ഒരൊറ്റയാളും മാറില്ല. കടൽക്കിഴവന്മാരെ പോലെ എല്ലാവരും അതായത് SRS ദേശീയ തലത്തിൽ ഇന്ന് സ്വീകരിക്കുന്ന, കാരണം യുവാക്കളെ മുൻനിർത്തിയുള്ള വലിയ ദേശീയ തലത്തിലുള്ള പുനഃസംഘടന അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടി നിലനിൽക്കുന്നു, അതെന്തായാലും ഇവിടെ സാധ്യമല്ല. ഇവിടെ സാധ്യമല്ല എന്ന് പറയുന്നത് എന്തോ ഇവരെല്ലാം സാധിച്ചു വന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് തിരുത്തൽ ശക്തിയായി മാറിക്കൊണ്ട് കോൺഗ്രസിനെ ആകെ നവീകരിച്ച് ഈ രാജ്യത്ത് കേരളത്തിൽ മുന്നോട്ട് വന്ന നേതാക്കന്മാരാണ് ഇന്നിപ്പോൾ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും. അവർക്ക് അതിൻ്റെ അനുഭവമുണ്ട്. അവരൊന്നും മാറിക്കൊടുക്കാൻ പോകുന്നില്ല. മറ്റേ കോൺഗ്രസിനകത്ത് അവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിതുപോലെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ കഴിയൂ എന്നെല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവിടെ കിടന്ന് ഗ്രൂപ്പ് അടിക്കുന്നത്. മനസ്സിലായ? മൂന്നാമത്തെ ഗ്രൂപ്പ് വന്നത്. അതായത് SRS ഈ പറയുന്ന ഈ AK ആന്റണി പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആത്മവിശ്വാസം മാത്രമേ ഒരു തീരുമാനമായി ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത്രേ വരുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇന്ന് ഇവരെന്തെല്ലാം പറഞ്ഞാലും വളരെ ദുർബലമായിരിക്കുകയാണ്. അത് കോൺഗ്രസ് ദുർബലമാകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിലും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത്. അതിൻ്റേതായിട്ടുള്ള ഫലവും ഉണ്ടായി. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്
ഇവിടെ വർഗീയ ശക്തികളുടെ വളർച്ചയായി പോയി എന്നുള്ളതാണ്. അതൊക്കെ നമ്മളിപ്പോൾ പരിശോധിക്കണം, ഇവിടെ ഇരുന്ന് പരിശോധിക്കാൻ പറ്റിയ കാര്യമല്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ മൃദുത്വ ഹിന്ദുത്വ സമീപനം അവരുടെ നാശത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. ഇവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഇവർ പറഞ്ഞതുപോലെ അവസാന കാലമായപ്പോൾ ഒരു നിവൃത്തിയുമില്ല, താങ്ങുന്നവന് ഇവരെ ചാരിയാൽ മറ്റുള്ളവരും നാറും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ വർഗീയതയോട് കാണിച്ച ഇതൊന്നും ചർച്ച ചെയ്ത് 2 ദിവസത്തെ ക്യാമ്പിൽ അവിടെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അവിടെ പങ്കെടുത്ത പോലെ ഇല്ല, ഞാൻ പങ്കെടുക്കുന്നു വേണ്ട, പറയാനുള്ള പങ്കെടുത്ത പോലെ ഒരു പക്ഷേ AK ആന്റണി വല്ലതും പറഞ്ഞിട്ടില്ല. ഷബീറെ, മാധ്യമങ്ങൾക്ക് വാർത്ത ഞാൻ ചോദിക്കട്ടെ, മാധ്യമപ്രവർത്തനായ ഞാൻ ശ്രീ അജിത്തിനെ അറിയാം. എങ്ങനെ വാർത്ത വരുന്നു, ഒരു പക്ഷേ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പക്ഷേ CPM രാഷ്ട്രീയത്തെക്കാൾ ഏറ്റവും പെട്ടെന്ന് വാർത്തകൾ തെക്കൻ കേരളത്തിലോട്ട് ഇപ്പുറത്തോട്ട് ഇലക്ഷന്റെ അന്നത്തെ ദിവസത്തെ ഫുൾ പേജ് പരസ്യം, ഫ്രണ്ട് പേജ് പരസ്യം എന്താണെന്നറിയോ? അഴിമതിക്കെതിരായി പ്രതിഷേധിക്കുക. എന്നാൽ വടക്കൻ കേരളത്തിലോട്ട് ന്യൂനപക്ഷ പത്രങ്ങളിൽ, മാധ്യമം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പത്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെ വെറും ഒരു പരസ്യത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ വീട് പോകുന്നതാണോ ശ്രീ ഷബീർ? ഒരു രാവിലെ പത്രത്തിൽ മാത്രം വായിച്ച് അത് വെച്ച് വിവക്ഷിക്കാനുള്ള സാംസ്കാരിക മണ്ടന്മാരാണോ കേരളത്തിലെ ജനത? ശ്രീ അജിത്ത്, ആ തന്ത്രത്തിലൊന്നും വീണ് പോകുന്നവരല്ല ശ്രീ അജിത്ത്. സതുദ്ദേശമായി നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് കോൺഗ്രസിനെ മുന്നോട്ട് നല്ല രീതിയിൽ ഒരുപക്ഷെ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ പതനം പോലും ഇവിടെ SRS സൂചിപ്പിച്ചതുപോലെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. പറയാൻ കഴിയുന്ന ഒരു മേജർ സർജറി ശ്രീ അജിത്ത്, മേജർ സർജറി എന്താണ്? ശ്രീ പ്രജീഷ്, ഈ പറഞ്ഞ ഷഫീർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. CPM-ന്റെ ന്യൂനപക്ഷ പ്രീണനം എന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. അതുപോലെ BJP-യുടെ ഭൂരിപക്ഷ വിഭജനം, ഇത് രണ്ടുമുണ്ട്. ഭൂരിപക്ഷ വോട്ടുകളിൽ BJP ഇടിച്ചു കയറുകയും ന്യൂനപക്ഷങ്ങളിലെ വിള്ളലുണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രീണനം നടത്തുകയും ചെയ്ത CPM-ന്റെ തന്ത്രത്തിനെയും എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക. യാഥാർത്ഥ്യം അംഗീകരിക്കുക. അത് ഇന്നലെയും ഇന്നുമായിട്ട് നെയ്യാർ ഡാമിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷേ അതാണ് ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ, ഇനിയും 3 കൊല്ലത്തിനപ്പുറം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മൂന്നാം ശക്തിയുടെ ആവിർഭാവം കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിനും UDF-നും കഴിയില്ല. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക, ഫസ്റ്റ് തിങ്. പിന്നെ ബഹുമാനായ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ AK ആന്റണി പറയുണ്ടായി, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. ശ്രീ SRS ശ്രീ AKയുടെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിമർശനം, രാജാവ് നഗ്നനാണെന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കൊച്ചുകുഞ്ഞ് വിളിച്ചു പറയില്ലേ? വിളിച്ചു പറയാൻ വൈകിപ്പോയി എന്നുള്ളതാണ് കോൺഗ്രസിലെ പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത്. രാജാവ് നഗ്നാണെന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണം. അതിപ്പോ പറയട്ടെ, ഇവിടെയല്ല, ഡൽഹിയിലാണ് അതിനെക്കുറിച്ച് ഈ വേദിയിലെങ്കിലും അത് ഉണ്ടായി എന്നുള്ളത് ശുഭസൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ അജിത്ത്, ഈ അടിമുടി മാറ്റം, താഴെത്തട്ട് മേൽത്തട്ട് വരെയുള്ള മാറ്റം, യുവജനങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു മാറ്റം, അത് കോൺഗ്രസിൽ പ്രതീക്ഷിക്കാൻ എത്രത്തോളം കഴിയും ശ്രീ അജിത്ത്? കാരണം ആ സമൂല മാറ്റം എങ്കിലേ താങ്കൾ പറഞ്ഞതുപോലെ 6 മാസത്തിനുള്ള ഡെഡ് ലൈൻ നൽകി സമൂല മാറ്റത്തിലേക്ക് കോൺഗ്രസ് ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ ഒരു മിഷനൂടെ കടത്തി പുറത്തേക്ക് വരുന്നത് പോലെയല്ല ആ പ്രക്രിയയല്ല. ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ, ഇച്ഛാശക്തി എടുക്കണം. ആ ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനം ഇവിടെ സാധ്യമാണോ ശ്രീ അജിത്ത്? ഒരു പക്ഷേ ശ്രീ പ്രജീഷ്, 6 മാസം എന്നുള്ളത് ഹ്രസ്വമായ ഒരു കാലാവധി ആയിരിക്കും. ഒരു പക്ഷേ നമുക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത ആരുടെ കൊട്ടേഷനാണെന്ന് പെട്ടെന്ന് ഓർക്കുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചിന്ത അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻ്റെ ചിന്ത അടുത്ത തലമുറയെക്കുറിച്ചാണെന്ന് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ ചിന്ത ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, അത് ഒരു പക്ഷേ 3 കൊല്ലം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 മാസം ഒന്നും ധൃതി പിടിക്കണ്ട. പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുത്താലും ആകെ മൊത്തം നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ ഒരുപാട് ഈ നാട്ടിലുണ്ട്. നേതാക്കന്മാർ അതൊന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ എന്ന് അത് പറയുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങൾ പറയുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടെ നേരിട്ടിട്ട് കാര്യമില്ല. ശ്രീ AK അത് കൃത്യമായിട്ട് പറഞ്ഞു, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുക. 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ അന്തരാള ഘട്ടത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഇടയ്ക്ക് വെച്ചൊന്ന് ഡിസ്കണക്റ്റ് ആയ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഈ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞു. അന്നത്തെ എക്സൈസ് മന്ത്രി ശ്രീ K ബാബു, അദ്ദേഹം ഒരുപാട് ആരോപണ വിധേയനായതാണ്. അപ്പം ഇപ്പം ശ്രീ K ബാബുവിന് ശ്രീ VM സുധീരന് നേരെ വിരൽ ചൂണ്ടാനുള്ള ധാർമ്മികതയുണ്ടോ എന്നുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതുകൂടെ ചർച്ച ചെയ്യണം. ഇപ്പോൾ ഒരു പക്ഷേ ശ്രീ KC ജോസഫോ ഇരിക്കൂറിലോ അല്ലെങ്കിൽ ശ്രീ അടൂർ പ്രകാശ് കോന്നിയിലോ ഒക്കെ ജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ 1-2 സീറ്റ് കിട്ടിയതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട 10-20 സീറ്റുകൾ വേറെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചോ?
അത് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ആരോപണ അത് മാത്രമല്ല, വിധേയമായ ശ്രീ അജിത്ത്, ജയിച്ചു. ശ്രീ അജിത്ത്, ആ ആരോപണങ്ങൾ ശ്രീജിത്ത്, മറ്റുള്ള പല ഗ്രാവിറ്റി, പാർട്ടികളെ തോൽപ്പിച്ചു. തോൽവിയുടെ ഗ്രാവിറ്റി ഏത് രീതിയിൽ ആർക്കൊക്കെ പോകുന്നു എന്ന അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം, അതാണല്ലോ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. അവിടെ ആ കൂട്ടുത്തരവാദിത്വം നിശ്ചയിക്കുമ്പോൾ ഏകപക്ഷീയമായ നിലപാടിലേക്ക് അടക്കം ചർച്ചകൾ പോയിട്ടില്ല. അല്ല ശ്രീ പ്രതീഷ്, ഒരു കാര്യമാണ് ഞാൻ പറയാം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ ശ്രീ 35 വർഷം MLA ആയിരുന്ന ശ്രീ KC ജോസഫ്, 5 വർഷം മന്ത്രിയായിരുന്ന അദ്ദേഹം മത്സരിക്കുമ്പോൾ, ആരോപണവിധേയനായ ശ്രീ കേവാവ് മത്സരിക്കുമ്പോൾ, ഇതുപോലെ ഈ പറഞ്ഞ അവസാന കാലത്തെ ചില തീരുമാനങ്ങളുടെ പേരിൽ സംശയത്തിന് നിഴലിലായ ശ്രീ അടൂർ പ്രാവശ്യം മത്സരിക്കും. ഇത്രയൊന്നും ഒരു ആരോപണത്തിനും വിധേയനല്ലാത്ത ശ്രീ ബെന്നി ബെഹനാനെ അവിടുന്ന് മാറ്റി നിർത്തുന്നു. ശ്രീ ബെന്നി ബെഹനാൻ ഇന്നലെ വളരെ വികാരപരമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. നമുക്ക് അകത്തുള്ള വിവരം, പത്രങ്ങളിൽ നിന്നുള്ള, മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരം ആവട്ടെ, അദ്ദേഹം പറഞ്ഞു എന്നെ എന്തിനു ബലിയാടാക്കി, ഞാൻ നമ്മളോടൊപ്പം നിന്നവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളവരെ ന്യായീകരിക്കാനോ അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്, എന്നിട്ട് ഞാൻ ബലിയാടാകേണ്ടി വന്നല്ലോ എന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ ബെന്നി ബെഹനാൻ തൃക്കാക്കരയിലെ KPCC പ്രസിഡന്റിന്റെ ഉദ്ദേശമാണ് അദ്ദേഹം അല്ല. പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വികാരം കൂടി നമ്മൾ കാണണം. അപ്പോൾ അതിന് വിരൽ ചൂണ്ട, എനിക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ട, എനിക്ക് ധാർമ്മികത വേണം. ഐ ജസ്റ്റ് കനോട്ട് ക്വസ്റ്റ്യൻ സംബഡി വിതൗട്ട് എനി മൊറാൽ. എനിക്ക് മൊറാലിറ്റി ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലേ എനിക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടി വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അഴിമതി വിധേയരായവരും കോടികൾ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞവർ നിന്നു, എന്നിട്ട് തോറ്റു, എന്നിട്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പിന്നെ പാർട്ടി നേതാവിനാണെന്നൊക്കെ പറയുന്നതിന് അതൊന്നും ജനം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു രക്ഷകനായിട്ട് ആരായിരിക്കും ശ്രീ അജിത്ത് വരാൻ പോവുക? താങ്കൾ പറയുന്ന അടിമുടി മാറ്റം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് VM സുധീരൻ വരണമെന്ന ആഗ്രഹം, അടിമുടി ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഈ വൃദ്ധനിര മൊത്തത്തിൽ മാറണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അങ്ങനെ അല്ല. അടിമുടി എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത് ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷും പറയുന്ന ആ സെയിം ഇതാണ്. DCC അധ്യക്ഷന്മാരെ നോക്കുക, ഒരു പക്ഷേ ജനറൽ സെക്രട്ടറിമാരാകുന്നു, KPCC ജനറൽ സെക്രട്ടറിമാരാകുന്നു, പിന്നീട് വരുന്നവർ വീണ്ടും DCCയിലേക്ക് വന്നു. ഈ DCC പ്രസിഡന്റ് തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറി, KPCC ഇതിനൊരു 10-15-20 കൊല്ലമായിട്ട് DCCയുടെ നേതൃത്വം വഹിക്കുന്ന ഒരുപാട് ഭാരവാഹികളുണ്ട്. അത് മാത്രമല്ല, അവർക്ക് പക്ഷേ 14 DCCകൾ എന്ന് പറഞ്ഞാൽ 5 കൊല്ലക്കാലം ഈ പാർട്ടിയെ വളർത്താൻ, പാർട്ടിയെ ഉണ്ടാക്കാൻ, പാർട്ടിയുടെ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി നാട് നീളം നടന്ന് പിരിച്ചും കഷ്ടപ്പെട്ടും വെയിൽ കൊണ്ടും അവർ ജോലി ചെയ്യും. പക്ഷേ പല DCC പ്രസിഡന്റുമാർക്കും മത്സരിക്കാനുള്ള ഒരു സീറ്റ് പോലും കിട്ടത്തില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, MLA-മാർ ഉള്ള സ്ഥലങ്ങളിൽ അവർ പാർട്ടിയായി മാറുന്നു, അവർ പാർട്ടിക്ക് വിധേയരാകുന്നില്ല. 15-20-30 കൊല്ലമായി മത്സരിക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി ഉണ്ടാക്കാൻ, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളവും വെളിച്ചവും കൊടുക്കാൻ, ആളുകളെ കാണാൻ വേണ്ടി ഓടി നടക്കുന്ന പല DCC പ്രസിഡന്റുമാർക്കും, കോഴിക്കോട് DCC പ്രസിഡന്റ് നോക്ക്, നിങ്ങൾ ആലപ്പുഴ DC പ്രസിഡന്റ് നോക്ക്, ഞങ്ങളുടെ തിരുവനന്തപുരം DC പ്രസിഡന്റ്, മോഹൻരാജിനെ പോലുള്ളവർക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് VM സുധീരൻ എറണാകുളത്തെ മോഹൻരാജിനെ പോലുള്ളവർക്ക് പറഞ്ഞേ. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാനും ആളുണ്ടാക്കാനും കഷ്ടപ്പെടാനും വെയിൽ കൊള്ളാനും നടക്കുന്ന DCC പ്രസിഡന്റുമാർക്ക് പോലും സീറ്റില്ലാത്ത വണ്ണം അതാണ് സജീവൻ. കാരണം വൈകാരികമായ നിലപാട് പല പ്രവർത്തകർക്കും, ഷഫീറിനെ പോലെയുള്ള ശ്രീ അജിത് കുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും സതുദ്ദേശപരമായ രീതിയിൽ പങ്കുവയ്ക്കപ്പെടേണ്ടി വരുന്നു. പക്ഷേ ഇവരൊക്കെ ഉയർത്തുന്ന സതുദ്ദേശപരമായ ആ ചർച്ച 2 ദിവസത്തെ ക്യാമ്പിൽ നടന്നുവോ? എന്താണ് ആ 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം പകരാൻ നൽകുന്ന ഊർജം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ടോ സജീവൻ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾ ഷഹീർ ഒരു പക്ഷേ സമ്മതിക്കില്ല, ഷഫീറിൻ്റെ ഭാഗത്തൊരു സമ്മതം ഉണ്ടാവില്ല, അവിടെ നടന്നത് നിങ്ങൾക്കറിയുമോ എന്നുള്ള ചോദ്യം ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പുറത്ത് വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമല്ല നടക്കുന്നത്. അവിടെ കുറേ ആളുകൾ കുറ്റാരോപണം നടത്തുകയാണ്. തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അത് പുറത്ത് വിടാതെയോ മറ്റൊരാളെ കുറ്റാരോപിതനാക്കുകയാണ്. ഇതുകൊണ്ട് കോൺഗ്രസിനെ നന്നാക്കാൻ കഴിയില്ല. ശരിക്കും വേണ്ടത് ഓരോ മണ്ഡലത്തിലെയും തോൽവിക്ക് കാരണമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായ വീഴ്ച എന്താണ്, ആ വീഴ്ചകൾക്ക് ഓരോന്നിനും ഇവിടെ തോൽവിയിലേക്ക് വഹിച്ച പങ്ക് എന്താണ്, ഇതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അത് 2 ദിവസത്തെ ചർച്ചയിൽ ഉണ്ടായില്ല. ഇനി 6 മാസം കൊണ്ട് നന്നാക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഒരാളെടുത്ത് ഇപ്പുറത്തേക്ക് ചെസ് കളിയുടെ രീതിയിൽ അങ്ങോട്ടേക്കും കരുക്കൾ മാറ്റിയത് കൊണ്ട് കാര്യമായില്ല. കോൺഗ്രസ്സിന് വേണ്ട നേരത്തെ അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, ഷഫീറൊക്കെ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തണം. ആ ശസ്ത്രക്രിയ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനാണ് അദ്ദേഹം ഉത്തരം പറയേണ്ടത്. കോൺഗ്രസ് നന്നാവണമെങ്കിൽ രാഹുൽ ഗാന്ധി ആ ധൈര്യം കാണിക്കണം. യെസ്,
വളരെ വ്യക്തമാണ് ഷഫീർ. അതിൻ്റെ മറുപടി താങ്കളിലേക്ക് എത്താം. ശ്രീ ഷഫീർ, മാറ്റത്തിന് തയ്യാറെടുക്കേണ്ടത് ആരാണ്? കാരണം ആ മാറ്റം നടക്കില്ല എന്ന സൂചനയാണ് 2 ദിവസത്തെ ചർച്ചകളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ചില പിഴവുകൾ, ആ പിഴവുകൾ പോലും അംഗീകരിക്കാതെ ആരോപണങ്ങളൊക്കെയും ഗ്രൂപ്പ് വൈര്യത്തിൻ്റെയൊക്കെ രീതിയിലേക്ക് വീണ്ടും പോയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഘട്ടം. അതുകൊണ്ട് നേരത്തെ സജീവൻ ചോദിച്ച ചോദ്യം പോലെ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടണം. ആ ഇടപെടൽ ഏത് രീതിയിലായിരിക്കണം എന്ന ഒരു പ്രതീക്ഷയാണ് ഒരുപക്ഷെ ചിലരെങ്കിലും പങ്കുവയ്ക്കും. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഇപ്പോൾ ക്യാമ്പ് എക്സിക്യൂട്ടീവിനകത്ത് VM മാറണം എന്നുള്ളൊരു നിലപാടൊന്നും ഉണ്ടായില്ല. പക്ഷേ മാധ്യമങ്ങളത് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ VM-നെ പോലെ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, പ്രകൃതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, അഴിമതിക്കെതിരായി വിരൽ ചൂണ്ടുന്ന, എല്ലാ മാഫിയകൾക്കുമിടെയും പേടി സ്വപ്നമായി മാറി നിൽക്കുന്ന VM-നെ ഇപ്പം മാറ്റിയാൽ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് കൊള്ളാമെന്നുള്ള ഒരാളെ മാറ്റിക്കൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിനകത്ത് എടുത്ത ചില നിലപാടുകളെങ്കിലും, കാരണം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അവിടെ നിർണായകമായ ഘട്ടത്തിൽ പോലും ചില പിടിവാശികൾ രൂപേണ ചില കാര്യങ്ങളെങ്കിലും ഒരുപക്ഷെ പ്രതിപക്ഷം SRS ഒരുപക്ഷെ താങ്കൾക്കറിയാം, കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ വലിയ ശക്തമായ ആരോപണങ്ങൾ എന്ന നിലയിൽ എടുത്ത ഒരു സാഹചര്യം, അതൊക്കെ ഈ ബെന്നി ബെഹ്നാനും ഇരിക്കൂറിൽ മത്സരിച്ച KC ജോസഫ് ഉന്നയിക്കുന്നതിൽ ചെറിയ ഒരു ശതമാനമെങ്കിലും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതെല്ലാം വലിയ ചർച്ചയാകുമ്പോൾ VM-നെ പോലെ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത ഒരു എന്ന് പറയാൻ 36-ാമത്തെ വയസ്സിൽ സ്പീക്കറായിരിക്കുമ്പോൾ പരിണിതപ്രജ്ഞനായ ലീഡറോട് റൂളും കാര്യങ്ങളും സംസാരിച്ച് ആദർശം കാണിച്ച VM ഇതുപോലെ KPCC അധ്യക്ഷനായി ഇരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ എന്ത് പറയുന്നറിയോ? പ്രജീഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പറയും VM-ന്റെ ആദർശം കാശിക്ക് പോയോ. ഇവിടെ പോസ്റ്റ് ഇട്ടു പലരും, ഏതെല്ലാം പ്രശ്നം ഇവിടെ പല കോൺഗ്രസ് നേതാക്കന്മാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആദർശം കാശിക്ക് പോയോ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കാണുമ്പോൾ വിമർശിച്ചാൽ അത് കുറ്റമായി വരുന്നില്ല. പക്ഷേ വിമർശിക്കാതെ മിണ്ടാതിരുന്നാൽ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിസ്തുതിയേക്കാളും നല്ലത് കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം വേണം. കാരണം ഒരുപക്ഷെ താങ്കൾക്കൊരുപക്ഷെ തലം മുതൽ ബൂത്ത് തലം വരെ ഞാൻ ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഷെബീറിന് ചിലപ്പോൾ ഒരു താല്പര്യങ്ങൾ കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക് സതുദ്ദേശമായ പിഴവുകൾ അടിമുടി മാറ്റം വരണം. അടിമുടി മാറ്റം വരണം. 2, മുദ്രാവാക്യങ്ങൾ മാറണം. 3, ന്യൂ ജനറേഷൻ ട്രെൻഡിനനുസരിച്ച് പാർട്ടി പോകണം. 4, സ്ഥിരമായി മത്സരിക്കുന്ന മുഖങ്ങൾ അല്പമൊന്ന് മാറി നിൽക്കാൻ, ഒരു അല്പം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മാറി നിൽക്കാൻ സന്മനസ് കാണിക്കണം. ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര കെട്ടിക്കിടപ്പുണ്ട്, അവർക്ക് വരാനുള്ള വഴി ഒരുക്കണം. പുതിയ സമരമാർഗ്ഗങ്ങൾ വയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് മൃദു സമീപനം കാണിച്ചു എന്നുള്ള രീതിയിലല്ല, RSS-നെ എതിർക്കുന്നു അതുപോലെ NDF-നെ എതിർത്തുകൊണ്ട് എല്ലാതരം വർഗീയതയ്ക്കുമെതിരായും ശക്തമായിട്ട് മുന്നോട്ട് പോകണം. പാർട്ടിക്ക് 6 മാസത്തിനുള്ളിൽ റിവിഷനുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടത്തിയ നടപാടുകൾ എന്താണ്, എന്തൊക്കെ നടപ്പിലായി, എന്ത് മാറ്റം വേണം എന്നുണ്ടാവണം എന്ന് പറഞ്ഞാൽ പഠന കോൺഗ്രസ്സിലെ CPM-ൻ്റെ പഠന കോൺഗ്രസ് പോലെ ഓരോ തവണയും ഓരോ കൊല്ലവും നടത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ ഇതുണ്ടാവണം, റിവിഷൻസുകൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസ്സിന് ഇവിടെ ബേസ് ഉണ്ട്, BJP-ക്കൊന്നും ആ ബേസിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാവരുടെയും ഒരു കൺഫ്രണ്ടേഷനാണ് കോൺഗ്രസ്. അതിന് മുന്നോട്ട് പോകാൻ കഴിയും. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഉള്ള കാര്യം രണ്ട് പ്രബലമായ വെറുതെ ജാതി സംഘടനകൾ ഇത് രാജഗോപാൽ രാഷ്ട്രീയമാണ് പ്രസ്ഥാനം. ഇത് രാജഗോപാൽ രാഷ്ട്രീയമാണ് പറയുന്നത്. ഒറ്റ കാര്യം ഈ സന്ദർഭത്തിൽ സംഘടനാപരമായി സഹായിക്കാനൊന്നുമല്ല. അണികളെ രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ശിഥിലീകരണം വരുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ കോൺഗ്രസ് തകർന്ന സ്ഥലങ്ങളിലാണെന്ന് മനസ്സിലാക്കുന്ന ആള് തന്നെയാണ് ഞങ്ങൾ. അത് പക്ഷേ കോൺഗ്രസ് ആ രീതിയിലുള്ള സമീപനം പ്രശ്നങ്ങളോട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഷഫീറ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിവിടെയുള്ള ബേസ് എന്ന് പറഞ്ഞാൽ തെക്കൻ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനിയും അവിടെ മുസ്ലിം ലീഗും, ഇതല്ലാതെ വേറെന്താ? കുറച്ച് കാലം നായന്മാരും ഉണ്ടായിരുന്നു. ഇതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അല്ലാതെ സംഘടനാപരമായി കെട്ടിപ്പടുത്തതാണോ?
ശ്രീ അജിത്ത്, അവസാനമായി, കാരണം ഇങ്ങനെ ഈ SRS അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ പോലുള്ള വിമർശനം, കാരണം അവിടെ ജാതി ചിന്താഗതികൾ പലപ്പോഴും പലരെയും മാറ്റുമ്പോഴൊക്കെയും ഈ പറയുന്ന ഇടപെടലുകൾ അത് തടയാൻ കഴിയില്ല. മറ്റൊന്ന് ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതിനുമൊക്കെ എല്ലാം സമരസപ്പെടുത്തി സമവായത്തിലൂടെ പുതിയ തലമുറയും കൂടി ഉൾപ്പെടുത്തി യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയുള്ള അടിമുടി മാറ്റം സാധ്യമാണോ? അതിനുള്ള വഴി? അല്ല, തീർച്ചയായിട്ടും ആ ഒരു അവസരം, ആ ചോദ്യം എനിക്ക് തന്നത്, ഈ സമ്മാനത്തിന് മുമ്പായിട്ട് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷ നമുക്കറിയാം, ഈ കമ്മ്യൂണൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ശ്രമങ്ങൾ ചിലപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴത് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ LDF മന്ത്രിസഭ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റു 19-ാം തീയതി. അന്ന് ഈ മന്ത്രിസഭ രൂപീകരണമായിട്ട് ഘടകകക്ഷികളിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും നന്നായിട്ട് നല്ലൊരു തുടക്കം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു, അതും അംഗീകരിക്കുന്നു. ആ മന്ത്രിസഭയിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രാതിനിധ്യം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ അക്കോമഡേറ്റ് ചെയ്തില്ലല്ലോ എന്ന് ഇവിടുത്തെ ഒരു വർഗീയ സംഘടനയും, ഒരു ജാതി മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും പരാതിപ്പെട്ടില്ലല്ലോ. നാടാർ മഹാസഭയ്ക്ക് പരാതിയില്ല, പുലയ മഹാസഭയ്ക്ക് പരാതിയില്ല, ക്രൈസ്തവ സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങൾക്ക് ഒരു സഭയ്ക്കും പരാതിയില്ല, ഓർത്തഡോക്സുകാർക്കും യാക്കോബക്കാർക്കും കത്തോലിക്കർക്കും മാർത്തോമക്കാർക്കും ആർക്കും പരാതിയില്ല, നായർ സർവീസ് സൊസൈറ്റിക്കും SNDPക്കും പരാതിയില്ല, ബ്രാഹ്മണ സഭയ്ക്കും ക്ഷത്രിയ യോഗക്ഷേമ സഭയ്ക്കും പരാതിയില്ല. അപ്പോൾ അത് ഒരു മെറിറ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു മന്ത്രിസഭ കേരളത്തിൽ രൂപീകൃതമായപ്പോൾ ഞങ്ങൾക്ക് ജാതീയമായ പരിഗണന കിട്ടിയില്ല എന്ന് മുറവിള കൂട്ടാൻ ഒരു സംഘടനയും ഇത്തവണ വന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ കണ്ണു തുറപ്പിക്കണം, കാതു തുറപ്പിക്കണം. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ വർഗീയ സംഘടനകളുടെ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കി നിന്ന് അവർ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവർ പറയുന്നവരെ മന്ത്രിമാരാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അപകടം ഇനിയെങ്കിലും കോൺഗ്രസും UDF-ഉം മനസ്സിലാക്കണം. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ പോലെ തലമുറകളുടെ മാറ്റത്തിന് സമയമായി. ഒരു ചെറിയ മാറ്റം നടന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നു 70-കളിൽ എത്തിയിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി മാറി ഇപ്പോൾ 60-ലെത്തുന്ന രമേശ് ചെന്നിത്തല ഈ സ്ഥാനത്തേക്ക് വരുന്നു. ആ ഒരു തലമുറയുടെ വ്യത്യാസമുണ്ട്. KSU കൂടെയും യൂത്ത് കോൺഗ്രസ് കൂടെയും വളർന്നു വന്ന ആ തലമുറകളുടെ ഒരു വ്യത്യാസത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയേക്കാളും വളരെ തലമുറ ഒരു 14-15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ കാലഘട്ടമല്ല, എന്തോട്ടെ ഒരു 18 വർഷമെങ്കിലും വേണം, അതല്ല എങ്കിൽ പോലും ഈ ശ്രീ രമേശ് പ്രതിനിധാനം ചെയ്യുന്നത് ആ തലമുറയുടെ അല്ല, ഒരു പുതിയ, അവർക്കൊക്കെ ഒരുപാട് ചിന്താവാദം വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ AK ആന്റണി, വയലാർ രവി, PM സുധീരൻ, ഉമ്മൻചാണ്ടി സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചിട്ടുള്ള കക്ഷിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ആ ഒരു തലമുറയുടെ മാറ്റം ഈ പാർലമെന്ററി രംഗത്തുണ്ടായിരിക്കുന്നു. പാർട്ടിയിലും ഇനി അതുപോലെ ഒരു മാറ്റം ഉണ്ടാകും. 50-കളിൽ നിൽക്കുന്ന PD സതീശനെ പോലുള്ള നേതാക്കൾ മുന്നോട്ട് വരട്ടെ. ആ പഴയ KSU അതിന് ഹൈക്കമാൻഡ് നിർണായക റോൾ എടുക്കണം. അല്ല, ഈ പറഞ്ഞ ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം 70+ ആയിട്ടിരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് നല്ല യൂത്തന്മാരായിരുന്നു, നല്ല തീപ്പൊരികാരായിരുന്നു, വല്ല എന്താ പറയുക തിരുത്തൽവാദികളായിരുന്നു, കറക്റ്റീവ് ഫോഴ്സായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. അതും 30-40 കൊല്ലം മുമ്പ് നടന്ന ആ ഒരു സാധനം ശക്തിയായിട്ടും തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് അവരോട് അവരുടെ. പക്ഷേ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെല്ലാം മാറിക്കൊടുക്കേണ്ട. ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും മകൻ പ്രായമാകുമ്പോൾ അച്ഛൻ മാറും, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനു മുമ്പായിട്ട് അപ്പൂപ്പൻ മാറിയിരിക്കും. പക്ഷേ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും ആരെ അനാഥാരത്തിലാക്കാതെയും എല്ലാവരെയും സംരക്ഷിച്ചുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണം. പുതിയൊരു നേതൃനിര വരട്ടെ, അതിന്റെ സമയമായിരിക്കുന്നു എന്നാണ് പ്രതീക്ഷ എനിക്ക് തോന്നുന്നത്. കൂടി തന്നെ എന്തായാലും അത്തരം മാറ്റത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെയും സ്വരൂപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇന്ന് 2 ദിവസത്തെ ക്യാമ്പിൽ ആ രീതിയിലുള്ള ചർച്ചയുണ്ടെങ്കിൽ അതും കൂടി എന്തായാലും മുന്നോട്ട് വയ്ക്കപ്പെടട്ടെ എന്നും പ്രതീക്ഷിക്കാം. ശ്രീ അജിത്ത് പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത അജിത് കുമാർ, ഒപ്പം SR ശക്തിധരൻ, BRM ഷഫീർ, സജീവൻ ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിക്കുന്നു.